ഹലോ എല്ലാവർക്കും നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഞങ്ങളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. വീഡിയോ അല്ല എങ്കിലും നമ്മൾ വിഷമത്തോടെ പറയുന്ന ഒരു കാര്യമാണ്. ഞങ്ങളത് പറയണോ വേണ്ടയോ എന്ന് കുറേ നേരമായിട്ട് ആലോചിക്കുമായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ കുറ്റം പറയുമോ അങ്ങനെയൊന്നും അല്ല, നമ്മുടെ ഒരു വിഷമം നിങ്ങളുമായിട്ട് അങ്ങ് പറയുവാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഇനി തിങ്കളാഴ്ച എനിക്ക് ഒന്നും കൂടി ചെല്ലണം ഹോസ്പിറ്റലിൽ. അപ്പോഴത്തേനും പറയും ഏകദേശം എന്നാ അഡ്മിറ്റ് ആവണ്ടേന്നുള്ള കാര്യം അവർ പറയും. അപ്പോൾ അഡ്മിഷൻ്റെ ഡേറ്റ് വരെ ആയി. അപ്പം നമ്മൾ ഈ പ്രഗ്നൻസി തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മളൊരു ഡോക്ടറിനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഡോക്ടറെ നമ്മൾ പ്രൈവറ്റായിട്ടും കാണിക്കുന്നുണ്ട്, അല്ലാതെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും നല്ല ഒരു ഗൈനക്കോളജിസ്റ്റാണ് പുള്ളിക്കാരി. അപ്പം നമ്മൾ ആ ഡോക്ടറിനെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഈ ഇത്രയും മാസം നമ്മൾ അവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ ചെന്നപ്പം വേറെ ഡോക്ടറായിരുന്നു. അത് കുഴപ്പമില്ല, ഡോക്ടർമാർ മാറിയും തിരിഞ്ഞും ഒക്കെ വരാറുണ്ട്, അങ്ങനെ വരും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡോക്ടറിനെ കാണിച്ചെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ ഡോക്ടർ മറ്റേ ഡോക്ടറിൻ്റെ ബാക്കിയായിട്ട് തന്നെ എല്ലാം ടെസ്റ്റ് ചെയ്യുന്നതും കാര്യങ്ങൾ പറയുന്നതും എല്ലാം അത് തന്നെയാണ്. അതിൽ നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. എങ്ങനെയാണെങ്കിലും അവിടെ എപ്പോഴാണെങ്കിലും ഡോക്ടർമാരുണ്ട്. നമ്മളിപ്പോൾ പെയിൻ എടുത്ത് ചെന്നാലും ഡോക്ടർമാരുണ്ട്. ഇവർ 3 പേരും മാറി മാറി ഡെലിവറി എടുക്കാറുമുണ്ട്. അപ്പോൾ അത് നമുക്കൊരു വിഷയമല്ല. എന്നാലും നമ്മളൊരു ഡോക്ടറിനെ തന്നെ കാണിച്ച് നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്ക്, ഒന്നാമത്തെ കാര്യം നമ്മുടെ ജീവനാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. പിന്നെ നമുക്ക് ആ ഹോസ്പിറ്റലിനോടൊരു വിശ്വാസമുണ്ട്. ഞാൻ ആ ഒരു പേരില്ല, ഞാൻ റാന്നി പോയിട്ടും അവിടെ എനിക്ക് ചെന്നിട്ട് എൻ്റെ ആദ്യത്തെ ഡെലിവറി എടുത്ത ഡോക്ടർമാരൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിനൊരു ടെൻഷൻ ആയതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ അവിടുന്ന് ഇവിടെ തന്നെ ആക്കാമെന്ന് കരുതി ഇവിടെ വന്നത്. അപ്പോൾ ആദ്യം തൊട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആ ആശുപത്രിയിൽ നമുക്ക് വിശ്വാസമുണ്ട്, ആ ഡോക്ടറെ നമുക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ചെന്നപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു നമുക്കിവിടെ വ്യാഴം, വെള്ളി, ശനി ഈ 3 ദിവസങ്ങളിലെ നമുക്ക് അനസ്തേഷ്യ ഉള്ളൂ. അപ്പോൾ അതിന് ബാക്കി വരുന്ന ദിവസങ്ങളിൽ പെയിനോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വന്നാൽ പെട്ടെന്ന് തന്നെ ഇവിടെ കൊണ്ടുവന്നാൽ ഞങ്ങൾ നേരെ പരിയാരത്തോട്ട് മാറ്റി റെഫർ ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മുടെ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പം അടുത്ത മെഡിക്കൽ കോളേജിലോട്ട് അവർക്ക് വിടാൻ പറ്റത്തുള്ളൂ. അതെന്ന് വെച്ചാൽ പരിയാരത്ത് മെഡിക്കൽ കോളേജാണ്. അപ്പോൾ ഈ ഡോക്ടർ തന്നെ എന്നോട് ഇങ്ങോട്ട് പറയുവാണ്, നിങ്ങൾക്ക് വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ നിങ്ങൾക്ക് പെയിൻ വന്ന് നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അനസ്തേഷ്യയുടെ ഡോക്ടറുണ്ട്. നമുക്കിവിടെ പ്രസവമെങ്കിൽ പ്രസവം, ഓപ്പറേഷനെങ്കിൽ ഓപ്പറേഷൻ, നമുക്ക് കുഴപ്പമില്ല. പ്രസവം എപ്പോൾ വേണേലും ചെയ്യും. തിങ്കൾ, ഞായർ തൊട്ട് ശനി വരെയും പ്രസവം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. പ്രസവമാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഡെലിവറി എടുക്കാൻ ഡോക്ടറുണ്ട്. പക്ഷെ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ നമ്മൾ പെയിനായിട്ട് ചെന്ന് കഴിഞ്ഞിട്ട് അഥവാ അവസാന നിമിഷമല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നോർമലാണോ ഓപ്പറേഷനാണോ എന്ന്. നമുക്ക് ഏറ്റവും അവസാന നിമിഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അവസാന നിമിഷം വരെ നമ്മൾ നിന്നിട്ട് ഇനി ഓപ്പറേഷനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴം, വെള്ളിയും, ശനിയും, ഞായറുമാണ് നമുക്ക് പെയിൻ വന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റൂലെന്ന്. അതായത് അവർ നേരെ അവിടുന്ന് പരിയാരത്തോട്ട് വിടും. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇവിടുന്ന് 2.5 മണിക്കൂറുണ്ട് പരിയാരത്തേക്ക് പോകാനായിട്ട്. അപ്പം നിങ്ങളോട് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കുക. അല്ലെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ കണ്ണൂർ പോയി ഡോക്ടറിനെ കണ്ടിട്ട്, കണ്ണൂർ പോയി ഒന്ന് കാണുക, കണ്ടിട്ട് നിങ്ങൾ അവിടെ ഒന്ന് ജസ്റ്റ് പോയി നോക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ അവിടെ ഡെലിവറി നടത്തണം, അല്ലെങ്കിൽ കണ്ണൂർ പോയി ഒന്ന് കണ്ടിട്ട് ഇവിടെ അഥവാ നിങ്ങൾ പെയിനായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ കണ്ണൂർ കാണിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പേരിൽ കണ്ണൂരോട്ട് റെഫർ ചെയ്ത് വിടാമെന്ന് പറയുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ ഒത്തിരി വിഷമമായിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. എന്നിട്ട് ഇന്ന് തന്നെ അവർ കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് നോക്കണം എന്ന് പറഞ്ഞു, അതിൻ്റെ ഗ്രാഫ് നോക്കാൻ. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഡോക്ടർ തന്നെ ഗ്രാഫ് നോക്കാൻ വേണ്ടി വിടുന്നത്. സത്യം പറഞ്ഞാൽ അവിടെ പോയി കിടന്നിട്ട് എനിക്ക് ടെൻഷനാണ്. നമ്മൾ ഇത്രയും ദിവസം ഇവിടെ കാണിച്ചുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് ഇവർ പറയുകയാണ് നിങ്ങൾ കണ്ണൂരോട്ട് പോയിക്കോ, അല്ലെങ്കിൽ ഏറ്റവും അവസാന നിമിഷം പരിഹാരത്തോട്ട് വിടും, ഇങ്ങനെയൊക്കെ വിടും. ഇതിപ്പോൾ അവിടെ ഒരു കൃത്യമായ ഒരു രീതി പോലും അവിടെ ഇല്ല ഹോസ്പിറ്റലിൽ. എല്ലാ യുവതികളും വിഷമത്തോടെ വന്നത് എന്നുവെച്ചാൽ ഓരോ അമ്മമാരൊക്കെ, പ്രായമായ അമ്മമാരൊക്കെ അവരുടെ മക്കളുടെ കാര്യത്തിന് വേണ്ടി പറയുന്നതാണ്, അയ്യോ ഞാൻ എൻ്റെ മോളെ കൊണ്ട് അത്രയും ദൂരം പോകണമല്ലോ, ഒത്തിരി ചിലവ് വരും, ഒത്തിരി പ്രശ്നങ്ങൾ വരും, നോക്കാൻ ആരുമില്ല, അവർക്ക് അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ ആകെയുള്ളത് ഇനി അവിടെ ഒരു പാർക്കിംഗ് ഏരിയ, ഒരു വണ്ടി കൊണ്ടുവന്നാൽ നിർത്തിയിട്ട് ഒരു പാർക്കിംഗ് ഏരിയയോ അങ്ങനെയില്ല, ഒരു ചെറിയ പ്രൈവറ്റ് പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവർ പൈസ വാങ്ങിയിട്ട് 5-6 വണ്ടി മാത്രം നിർത്തി. ഹോസ്പിറ്റലിലെ വർക്ക് പുതിയ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. എങ്കിലും അത് അവർക്ക് അതിനുള്ള അടുത്ത സെക്ഷൻ കണ്ടിട്ട് വേണം അത് ചെയ്യാൻ. അല്ലാണ്ട് ഈ ജനങ്ങളെ ഒഴിവാക്കിയിട്ട് അല്ലെ രോഗികളെ ഒഴിവാക്കിയിട്ട് ഡിപ്പാർട്ട്മെന്റ് അവിടെ വെക്കാൻ പാടില്ല. എന്നാ പിന്നെ അപ്പൊ ഇവര് പറയുന്നതെന്ന് വെച്ചാല് അനസ്തേഷ്യയുടെ ഡോക്ടർ കൂടെ ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ ട്രാൻസ്ഫർ ആയി പോയി.
ഇപ്പൊ ഒത്തിരി പേര് പരാതിപ്പെട്ട് ഒരു ഡോക്ടറെ വന്നിട്ടും പുള്ളിക്കാരൻ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ തലശ്ശേരി ഹോസ്പിറ്റലിലും വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ ഈ ഹോസ്പിറ്റലിലും ആണ്. അപ്പൊ പുള്ളിക്കാരനും അത് ബുദ്ധിമുട്ട്. പുള്ളിക്കാരന് 3 ദിവസം അവിടെ പോകണം, പിന്നെ 3 ദിവസം അപ്പൊ പുള്ളി വരുന്ന ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ഇവിടെ ഓപ്പറേഷൻ നടത്താൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങൾ കണ്ണൂർ അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനം എടുക്കാൻ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ജീവനാണ് നമ്മൾ അവരുടെ കയ്യിൽ കൊടുക്കുന്നത്. അതുകൊണ്ടിപ്പം ഒന്ന് കണ്ണൂർ ഒരു ഹോസ്പിറ്റലോട്ട് വിളിച്ച് നോക്കാൻ നോക്കിയിട്ട് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്തിട്ട് ഒരു നമ്പർ പോലും ഇല്ല. വിളിച്ച് എത്ര നമ്പറെ ഞാൻ വിളിച്ചു തന്നിട്ട് ഇച്ചുമോനെ കുറേ നമ്പറിൽ വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് നമ്പർ അയച്ചു തന്നു. ആ നമ്പറിൽ വിളിച്ചു. അപ്പോൾ അവിടെ എന്നും എല്ലാ ദിവസവും ഗൈനക്കോളജി ഉണ്ട്, 3 ഡോക്ടർമാരുണ്ട്, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഈ ഡോക്ടറിനെ വിശ്വസിച്ച് ഈ ഡോക്ടറിനെ ആദ്യം തൊട്ട് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഒരു പരിചയമില്ലാത്ത ഈ ലാസ്റ്റ് നിമിഷം ഇതിപ്പോൾ അഡ്മിറ്റ് തിങ്കളാഴ്ച ചെല്ലുമ്പോഴത്തേനും അഡ്മിറ്റ് പറയാനായി. അപ്പോൾ ഇനിയിപ്പോൾ ഈ ലാസ്റ്റ് നിമിഷം വേണം നമുക്ക് ഒരു പരിചയമില്ലാത്ത ഡോക്ടറിൻ്റെ അടുത്തോട്ട് നമ്മളിനി പോകാൻ. പിന്നെ ആദ്യത്തേത് നോർമൽ ആയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ആദ്യത്തേത് നോർമൽ ആയതുകൊണ്ട് രണ്ടാമത്തേത് വലിയ കുഴപ്പമില്ലാണ്ട് നടക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്കറിയത്തില്ലല്ലോ, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ. ലാസ്റ്റ് നിമിഷം എന്തോന്നറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഫുള്ള് ഞാൻ ടെൻഷനിലായിരുന്നു. എനിക്ക് അറിയത്തില്ല, അവിടെ ഹാർട്ട് ബീറ്റ് നോക്കാൻ പോയിട്ട് എനിക്ക് കിടന്നിട്ട് ഇങ്ങനെ ശ്വാസം എനിക്ക് കിട്ടുന്നില്ല. അപ്പോഴത്തേനും അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു നീ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുക, നീ ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റിന് വേരിയേഷൻ വരുമെന്ന് പറഞ്ഞു. പിന്നെ കുറേ നേരം ഞാൻ അവിടെ ഇരുന്ന് ആ പുള്ളിക്കാരി ഒരു പാട്ടൊക്കെ വെച്ച് തന്നു. ഞാനൊന്ന് റിലാക്സ് ആയതിന് ശേഷമാണ് എനിക്ക് ഹാർട്ട് ബീറ്റ് തന്നെ കൊച്ചിൻ്റെ എടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇതിനിപ്പോൾ ആരോട് നമുക്ക് പരാതിപ്പെടണം നടത്തില്ല. ഞാൻ എന്നിട്ട് അവിടുത്തെ സിസ്റ്ററിനോടൊക്കെ ചോദിച്ചു, സിസ്റ്റർ ഇതിപ്പോൾ എന്ത് പുതുമ എൻ്റെ മാത്രമല്ല അവിടെ ഇന്ന് വന്ന ഇപ്പം ഈ മാസം അഡ്മിറ്റ് ആക്കുന്ന എല്ലാവരോടും ഇത് തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. ഈ മാസമല്ല, ഇത് കഴിഞ്ഞിട്ടുള്ള ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3-ാം മാസം 4-ാം മാസം ആയവരോട് വരെ പറഞ്ഞിരുന്നു നിങ്ങൾ ഇപ്പോഴേ വേണം മാറിക്കോ, ഇവിടെ ഡെലിവറി ജനുവരി തൊട്ട് ഉണ്ടാവൂല എന്ന് കൺഫേം പറഞ്ഞിട്ടുണ്ട് അവരോട്. അത് പിന്നെ ഹോസ്പിറ്റലിലെ പണിയായതുകൊണ്ട് പണിയതാ. പക്ഷെ എങ്കിലും ഇത് ഈ ഏരിയ എന്നുള്ള എത്രയോ ദൂരെയാണ് കണ്ണൂർ പരിയാരം ഭാഗം. ഈ ഏരിയയിൽ ഒരു ഹോസ്പിറ്റൽ ആദ്യം ഒരു സെക്ഷൻ തീർത്ത് വെച്ചതിന് ശേഷം അടുത്ത സെക്ഷൻ തുടങ്ങിയാൽ മതി. ഇതെല്ലാ ഏരിയ നിരത്തി വാരി പണിയെടുപ്പിക്കാനായിട്ട് നടക്കുമ്പോൾ എത്ര രോഗികൾ ബുദ്ധിമുട്ടിലാവും. എല്ലാവർക്കും ഈ പ്രൈവറ്റിലോട്ട് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ പരാതിപ്പെട്ടിട്ടും കാര്യമില്ല, നമ്മൾ ഒറ്റയാവുള്ളൂ. കുറേ എല്ലാവരും കൂടി നമ്മുടെ നെഞ്ചത്ത് കയറി തെറിയും പറഞ്ഞ് നടക്കുകയുള്ളൂ. അല്ലാണ്ട് പരാതിപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴത്തെ കാലം നമ്മൾ അനുഭവിക്കാൻ മാത്രം. അത് പാവപ്പെട്ടവരുടെ വിധി അതാ. അല്ലേ കുറച്ച് കാശുള്ളവനായിരിക്കും. നമുക്ക് പ്രൈവറ്റിലോ ഇഷ്ടമുള്ളടത്ത് പോവാം. ഇതിപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമുക്ക് ഇഷ്ടമുള്ളടത്ത് പോകാൻ പറ്റും. 8 മാസം ഒരു ഡോക്ടറിനെ കാണിച്ച് ആ ഡോക്ടറിൽ വിശ്വാസം അർപ്പിച്ച് നമ്മൾ മനസ്സിന് എല്ലാ ധൈര്യമാക്കി. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് വിചാരിച്ചു ഇന്ന് പോയി കഴിയുമ്പോൾ എല്ലാ അഡ്മിറ്റിൻ്റെ കാര്യങ്ങൾ എല്ലാം തീരുമാനിക്കുന്നൊക്കെ കരുതിയാണ് പോയത്. പക്ഷെ ഇന്ന് ചെന്നപ്പോഴത്തേനും ഭയങ്കര ടെൻഷനായി പോയി. എനിക്കാണെങ്കിൽ ആ ടെൻഷൻ എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. നമ്മുടെ ആ ഒരു വിശ്വാസമല്ലേ അതിപ്പം ബാക്കി എല്ലാവർക്കും എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ നിന്നാലേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ എവിടെയാണ് പറയേണ്ടത്, എവിടെയാണ് പരാതിപ്പെടേണ്ടത് ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പറഞ്ഞതാണ്. ഇനി പറഞ്ഞതിൽ ആർക്കും എന്തെങ്കിലും തെറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയുള്ളൂ. പിന്നെ വേറൊന്നുമില്ല. ലൈവിൽ വന്ന് പറയാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ ഓർത്തതൊരു വീഡിയോ ആയിട്ടിട്ട ലൈവിൽ വന്ന് ഓരോരുത്തരോട് ചോദിച്ചു ഒത്തിരി തവണ നമ്മൾ ഈ കാര്യം പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് പറയാനിതേ ഉള്ളൂ, കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കണം. ഇപ്പം നോർമൽ ഡെലിവറി ആണെങ്കിൽ കുഴപ്പമില്ല, ഏത് ദിവസം നമ്മൾ പോയി കഴിഞ്ഞാലും ഡെലിവറി ചെയ്യാൻ പറ്റും. ലാസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇതിന് ഒരു പരിഹാരം കാണണ്ടേ അല്ലേ അമ്മോ? എന്നുവെച്ചാല് എത്ര നമ്മൾ മാത്രമല്ല ഇങ്ങനെ ബുദ്ധിമുട്ട് വിഷമം ഡെലിവറി നടക്കാൻ പോകുന്ന ഒത്തിരി പേരുണ്ട്. ഞങ്ങളെല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടാണ് പറയുന്നത് നമുക്കിപ്പോ നമ്മുടെ ജീവൻ വെച്ച്. പക്ഷെ ഞങ്ങൾ ഇതിന്റെ വീഡിയോയോ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്ന വീഡിയോയോ അങ്ങനെ ഒന്നും എടുത്തില്ല. ഹോസ്പിറ്റലിന്റെ വീഡിയോ എടുത്തിട്ടില്ല, ഹോസ്പിറ്റലിന്റെ ശോചനീയാവസ്ഥ എടുത്തിട്ടില്ല, ഒന്നും എടുത്തില്ല. പക്ഷെ ഇത് പറച്ചില് ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാക്കാൻ പറ്റും ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ അവസ്ഥ. എന്നുവെച്ചാൽ ഇവിടെയുള്ള ഒത്തിരി പേർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവര് ഒത്തിരി അനുഭവിച്ചു. ഈ മാസം അഡ്മിറ്റ് ആക്കാൻ ഇന്ന് ഞങ്ങൾ 2-3 പേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും പറഞ്ഞു തലശ്ശേരിയൊക്കെ അഡ്മിറ്റ് നല്ലത് കണ്ണൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥന കൂടെ ഉണ്ടാവണം, അത്രേ ഉള്ളൂ പറയാൻ. ശരിക്കും വിഷമമാണ്, ശരിക്കും വിഷമവും ടെൻഷനും എല്ലാം ഉണ്ട്. അപ്പം ഇത്രയും കൂടി പറയാൻ. ബൈ.